നമുക്കൊരു ഈസി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ പാൻ്റെ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ നമ്മൾ ഇത്രയും ബട്ടർ ഈ ഒരു ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ബട്ടർ ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് തന്നെയാണ് ഞാൻ ബാക്കി ജിഞ്ചർ ഗാർലിക് അതുപോലെ ഗ്രീൻ ചില്ലി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നു. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറിയാൽ മതി. അതിനകത്തേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുക്കുന്നു. 2 മീഡിയം സൈസ് സവോളയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസുള്ള ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ പച്ചപ്പെല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടെ കുറവ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതിൻ്റെയും പച്ചമണം മാറുന്നതോടെ വരെ സോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഓവറായിട്ട് ഓയിലോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് കാഷ്യൂനട്ട് ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് ഈ കാഷ്യൂനട്ട് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത മസാല എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തത് നമ്മൾ നേരത്തെ എല്ലാം വഴറ്റിയ അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇത് ഒന്നും കൂടി ഒന്ന് നമ്മൾ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിച്ച് ആ വെള്ളവും എല്ലാം കൂടി ഒന്ന് സോട്ടായി നന്നായിട്ട് മിക്സായി വന്നു കഴിയുമ്പം ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പം ഉപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമുക്ക് ആ മസാല നമ്മൾ സവോളയൊക്കെ വഴറ്റിയ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീർ ഓവർ കുക്കായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് മേലിലേക്ക് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഈസി ആണോ ഇതുണ്ടാക്കാനെന്ന് തോന്നിപ്പോകും. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡായിട്ട് ഇന്നിവിടെ എടുക്കുന്നത് എന്താ പറയുക, ചപ്പാത്തിയുടെ സൈഡായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പനീർ ബട്ടർ മസാല എടുക്കുന്നത്. ഇടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ വെള്ളി വീഴുന്നുണ്ട്, അത് ഈ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നല്ല ചൂട് ചപ്പാത്തിയും അതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ബൈ.